മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ആലപ്പുഴയിലെ CPM നേതാവ് ബിപിൻ സി ബാബു BJP-യിലേക്ക് കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ബിപിൻ സി ബാബു BJP-യിൽ ജോയിൻ ചെയ്യുകയാണ്. അവിടെ BJP-യുടെ സംഘടനാ പരിപാടിയിലേക്ക് എത്തി BJP-യുടെ അംഗത്വം ഏറ്റെടുക്കുന്നു. അവിടെ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ട് ചോർച്ച ഏറ്റവും അധികം ചർച്ചയായ ഒരു ഇടമാണ് ആലപ്പുഴ. അവിടെ എന്ത് സംഭവിച്ചു? ശോഭാ സുരേന്ദ്രനിലേക്ക് കൂട്ടത്തോടെ CPM വോട്ടുകൾ ചോർന്നുപോയി. അടിസ്ഥാനപരമായ CPM-ന്റെ വോട്ട് ചോർച്ച വലിയ ചർച്ചകൾക്ക് ഇടവെച്ചതാണ്. ഇപ്പോൾ കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയൊരു ഒഴുക്ക് തന്നെ എല്ലാ മേഖലകളിലും പുതിയ ആൾക്കാരുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിനോദ് ചേരുന്നു. വിനോദ്, BJP-യുടെ ഒരു നല്ല ക്യാച്ചാണ് ബിപിൻ സി ബാബു. കാരണം അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, CPM കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ബിപിൻ സി ബാബുവിന്റെ അമ്മയടക്കം CPM-ന്റെ മുതിർന്ന നേതൃനിരയിലുള്ള ആളുമാണ്. എന്താണ് ഈ നീക്കം? എന്താണ് വിശദാംശങ്ങൾ? സൈത്ത്, തീർച്ചയായും സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പോയ സാഹചര്യം അവിടെയാണ് ഇപ്പോൾ CPM-ൽ നിന്ന് ഒരു നേതാവിനെ BJP-യിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രൻ അല്പസമയം മുമ്പ് പറഞ്ഞത് തന്നെ ചില മാലിന്യങ്ങൾ പോകുമ്പോൾ നല്ല ചിലർ BJP-യിലേക്ക് വരുന്നുവെന്നാണ്. സൈത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് ആലപ്പുഴയിൽ നേടിയിരുന്നു. ആ സമയത്ത് തന്നെ BJP-ക്ക് ഈ വോട്ട് വർദ്ധിച്ചത് CPM-ലെ പടലപ്പണക്കം അതിന് കാരണമായി. CPM-ന്റെ വോട്ട് ചോർന്നു എന്ന തരത്തിലടക്കം ആ സമയത്ത് ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ CPM ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് കൃഷ്ണപുരം ഡിവിഷൻ അംഗവുമായ ബിപിൻ സി ബാബുവാണ് ഇപ്പോൾ CPM-ൽ ചേർന്നിരിക്കുന്നത്. മെമ്പർഷിപ്പ് കൈമാറുകയും ചെയ്തു. നേരത്തെയും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദവിയിൽ ബിപിൻ ഉണ്ടായിരുന്നതാണ്. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, SFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയ നിലയിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗമായും ബിപിൻ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഏറെക്കാലം CPM-മായി ചേർന്ന് പോയ ഒരു നേതാവാണ്. ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ മാതാവും ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമാണ്. നേരത്തെ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചിരുന്നു. ആ നിലയ്ക്ക് വലിയ തോതിൽ CPM-മായി അടുത്തു നിന്ന ഒരു നേതാവ്, കുടുംബത്തിന് വലിയ പാർട്ടി കുടുംബം അല്ലെങ്കിൽ CPM-മായി അത്രയും ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ഇപ്പോൾ BJP-യിലേക്ക് വന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു നേതാവിനെ കിട്ടിയത് BJP ക്യാമ്പിനെ ആഹ്ലാദിപ്പിക്കുന്നുമുണ്ട്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP-യെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ നേതാക്കൾ വരുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് BJP. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അടിസ്ഥാന വോട്ടുകളുടെ ഏറ്റവും ചോർച്ചയുണ്ടായ ഇടം ആലപ്പുഴയാണ്. പലയിടങ്ങളിലും തോറ്റെങ്കിൽ കൂടിയും ആലപ്പുഴയിലെ തോൽവി അത് CPM-ൽ വലിയ ചർച്ചകൾക്കിടവെച്ച് ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ആ മേഖലയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട നേതാവും BJP-യിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ തുടർ നീക്കങ്ങൾ BJP ലക്ഷ്യമിടുന്നുണ്ടാകുമല്ലോ. ആലപ്പുഴയിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കം നമുക്ക് പ്രതീക്ഷിക്കണോ? സൈത്ത്, നമ്മൾ ഈ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നേരത്തെയുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിന് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ആരിഫാണ് അവിടെ നിന്ന് ജയിച്ചത്. കനൽ ഒരു തരി എന്ന ഒരു വിളിപ്പേരിനെ പോലും അദ്ദേഹം അർഹനായി, അല്ലെങ്കിൽ ആ തരത്തിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. മറ്റെല്ലായിടത്തും തോറ്റമ്പിയപ്പോൾ ആലപ്പുഴയിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആരിഫ് അവിടെ ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കനലൊരു തരി എന്ന വിളിപ്പേരിനെ പോലും അദ്ദേഹം പാത്രമായി മാറി. ആ നിലയിൽ നിന്നാണ് ആലപ്പുഴയിൽ ഗണ്യമായി വോട്ട് കുറഞ്ഞു എന്ന് കൂട്ടുകുത്തിയത്. അവിടെ ആ സമയത്ത് തന്നെ ഈ പടലപ്പിണക്കം, പ്രത്യേകിച്ച് എല്ലാ കാലവും ആലപ്പുഴ CPM-നെ ഗ്രസിക്കുന്നത് വിഭാഗീയതയാണ്. അത് ഒരിക്കലും മാറാത്ത രോഗമായി ആലപ്പുഴയിൽ വിഭാഗീയത CPM-നെ വേട്ടയാടുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി തന്നെ ബിപിന്റെ ഈ മാറ്റത്തെ കാണാം. BJP-യിലേക്കാണ് CPM നേതാവ് പോകുന്നത്. വലിയ പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സാഹചര്യം BJP-യെ സംബന്ധിച്ചത് ക്ഷീണമുണ്ടായ സാഹചര്യം തന്നെയാണ്. പക്ഷേ മാലിന്യങ്ങൾ പുറത്തു പോകുമ്പോൾ നല്ല ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ അല്പം മുമ്പ് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ഇവിടെ പ്രസംഗിച്ചത്. ശരണ്യ സ്നേഹജനമുണ്ട്. വിനോദ് തുടരുക. ശരണ്യ, ആലപ്പുഴയിലെ CPM-ലെ കൊഴിഞ്ഞുപോക്ക് വലിയ ചർച്ചയായതാണ്. വോട്ട് ചോർച്ച ഇപ്പോഴും ചർച്ചയാണ്. ഇതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട നേതാവും അദ്ദേഹം BJP-യിലേക്ക് എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് പോകുന്നത് BJP-യിലേക്കാണ്. അത് വിശദീകരിക്കാൻ CPM നേതൃത്വം ഏറെ പാടുപെടും. എന്താണ് ഈ രാഷ്ട്രീയം? അവിടുത്തെ സാഹചര്യം എന്താണ്? മറ്റെന്തെങ്കിലും നീക്കം അവിടെ BJP നടത്തുന്നുണ്ടോ?
സജിത്ത്, ബിബിൻ സി ബാബുവുമായി ബന്ധപ്പെട്ട് CPI നേതൃത്വവുമായി വളരെ കാലമായി ബിബിൻ അകൽച്ചയിലാണ് എന്ന് തന്നെ പറയാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് SFIയിലൂടെ വന്ന് പിന്നീട് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ തസ്തികകളിലേക്ക് ഉൾപ്പെടെ എത്തിയ ഒരാളാണ് ബിബിൻ. എന്നാൽ ബിബിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ബിബിന്റെ ഭാര്യ നൽകിയ പരാതിയായിരുന്നു. അതായത് ബിബിന്റെ ഭാര്യയും ഒപ്പം തന്നെ എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജബ്ബാർ, അദ്ദേഹത്തിന്റെ മകളെയാണ് ബിബിൻ വിവാഹം കഴിച്ചിരുന്നത്. തുടർന്ന് അതൊരു പാർട്ടി ഇടപെട്ട CPM നടത്തിയ ഒരു വിവാഹം കൂടിയായിരുന്നു. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡന പരാതി ബിബിന്റെ ഭാര്യയും ഒപ്പം തന്നെ ഈ എരുവ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ അച്ഛനും നൽകിയ ഘട്ടത്തിലാണ് CPM ഒരു സംഘടനാ നടപടിയിലേക്ക് ബിബിന്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ നീങ്ങുന്നത്. അന്ന് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPMനുള്ളിലെ വിഭാഗീയതയാണ്. കായംകുളത്തെ ഒരു വിഭാഗം ബിബിനെ സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ വലിയ ആരോപണം ഉയരുകയും തുടർന്ന് മാധ്യമങ്ങളിലടക്കം ഈ എരുവ ലോക്കൽ കമ്മിറ്റി അംഗമായ അച്ഛൻ, ഈ യുവതിയുടെ അച്ഛൻ നൽകിയ പരാതി പുറത്തു വരികയും ചെയ്തതോടെ നിക്കക്കല്ലില്ലാതെയാണ് അന്ന് CPM ബിബിനെതിരെ സംഘടനാ നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പിന്നീട് അത്തരമൊരു സംഘടനാ നടപടിയിലേക്ക് CPM നീങ്ങി CPM സസ്പെൻഡ് ചെയ്തു. തുടർന്ന് പല ഘട്ടത്തിലും അതിൽ അന്ന് തന്നെ CPMനെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ആഭിചാര കർമ്മങ്ങൾക്കായി പോയി, അതായത് ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി BJP ബന്ധമുള്ള മറ്റൊരു സ്ത്രീയുമായി ആഭിചാര കർമ്മങ്ങൾക്ക് പോയി എന്നുള്ള ആക്ഷേപമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ പരാതിയിൽ ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. ഒരു CPM നേതാവ് ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾക്ക് പോയി എന്ന് പിതാവും ഭാര്യയും നൽകിയ ഒരു പരാതിക്കകത്ത് പാർട്ടി നേതൃത്വത്തോട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ രേഖകളടക്കം അവർ നൽകിയായിരുന്നു ഈ ഒരു പരാതി നൽകുകയും ചെയ്തത്. ഈ സംഭവങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പിന്നീട് നമുക്കറിയാം ഓരോ ഘട്ടത്തിലും CPMൽ വളരെയധികം വിഭാഗീയത ഉള്ള ഒരു സ്ഥലമാണ് കായംകുളം. പല ഗ്രൂപ്പുകളായി നിന്ന് തമ്മിലടിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഏറ്റവും ഇതിനകത്ത് ഒരിക്കലും പാർട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിവിധ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പോരടിക്കുന്ന ഒരു ഇടമാണ്. MLAക്കെതിരെ യു പ്രതിഭയാണെങ്കിൽ യു പ്രതിഭയ്ക്കെതിരെ നീങ്ങുന്ന ഒരു സംഘം. അങ്ങനെ അച്ചടക്കത്തിന്റെ പാർട്ടി നേതൃത്വം എല്ലാ ഘട്ടത്തിലും ഈ അച്ചടക്കം എന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോഴും മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വിവരങ്ങൾ അലക്കി അത്തരത്തിൽ വലിയ പ്രതിസന്ധി അവിടെ CPM നേരിടുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ചർച്ച നടക്കുന്നു. അതായത് ബിബിൻ സി ബാബു, ബിബിന്റെ അമ്മ പ്രസന്നകുമാരി, അമ്മ ഏരിയ കമ്മിറ്റി അംഗമാണ്. ബിബിനെതിരെ സംഘടനാ നടപടി വരുന്ന ഘട്ടത്തിലും 15 വർഷത്തോളം അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവിയായി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് ഇരുന്ന ആളാണ്. CPMന്റെ ദീർഘകാലമായ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു പ്രസന്നകുമാരി. ഇവരടക്കമുള്ള ആളുകളുമായി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ അവിടെ ചർച്ച നടക്കുന്നു. സജി ചെറിയാൻ ഇടപെട്ട് നടത്തിയ ചർച്ച വിജയം കാണുകയും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്തരം ഒരു സമവായത്തിലേക്ക് വന്ന് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നെങ്കിൽ പോലും പിന്നീടും അവിടെ CPMനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള നീക്കം ബിബിൻ സി ബാബുവിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BDJS നേതാക്കളുമായി ബിബിൻ സി ബാബുവിന്റെ അമ്മ പ്രസന്നകുമാരി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതായത് ആ ചിത്രങ്ങളടക്കം പുറത്തു വന്നു. മാത്രമല്ല അതിൽ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയാണ് BJP നേതൃത്വവുമായി NDA നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം തന്നെ ചർച്ച നടത്തി എന്നുള്ള കാര്യങ്ങൾ വരുന്നു. ബിബിനും ആ ഘട്ടത്തിൽ ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിക്കുന്നത്. ആ വിഷയങ്ങൾ ഉൾപ്പെടെ പിന്നീട് CPM തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അത് ചർച്ച ചെയ്യാം എന്നുള്ള നിലപാടിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഉറപ്പായും ഈ കായംകുളത്തെ വിഷയങ്ങൾ അതീവ ഗൗരവത്തോടെ CPM പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് ഇനിയും മറ്റ് സംഘടനാ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി CPMനകത്ത്, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം CPMനകത്ത് എന്താണ് ഇവരുടെ ഭാവി എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമുക്കറിയാം ഈ BJP നേതാക്കന്മാരുമായും BDJS നേതാക്കന്മാരുമായി ചർച്ച നടന്ന ഒരു മണ്ഡലം, അതായത് കായംകുളത്ത് CPMനേറ്റ തിരിച്ചടി, കായംകുളത്തിന്റെ പാർട്ടി കേന്ദ്രങ്ങളിലടക്കം CPM
വലിയ തോതിൽ പരാജയത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ അവിടെ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പോലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന രീതിയിലേക്ക് CPM അവിടെ പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശോഭാ സുരേന്ദ്രന് 2ാം സ്ഥാനത്തേക്ക് എത്തി. അതായത് CPMന്റെ കോട്ടയായ കായംകുളത്ത് 2ാം സ്ഥാനത്തേക്ക് BJP എത്തുകയും 1ാം സ്ഥാനത്ത് കോൺഗ്രസ് എത്തുകയും വോട്ടിംഗ് നിലയിൽ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കായംകുളത്ത് ഉണ്ടായത്. ഇതേ തുടർന്ന് അവിടുത്തെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് MP ഗോവിന്ദൻ അടക്കം ഇടപെടൽ നടത്തുമ്പോഴും ഒരു വിധത്തിലും അച്ചടക്കത്തിന്റെ പരിധിയിലേക്ക് വരാത്ത ഒരു രീതി കായംകുളത്തിനുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഈ പാർട്ടിക്കകത്തുള്ളവർ തന്നെ BJPയുമായി ചേർന്ന് നടത്തിയ സംഘടനാപരമായ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനാപരമായി പാർട്ടിയെ വീക്കാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് അവിടുത്തെ പാർട്ടി നേതൃത്വത്തിനും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിനകത്ത് ഇപ്പോൾ ബിബിൻ ഒരുപക്ഷെ BJPയിലേക്ക് പോയില്ലെങ്കിൽ പോലും CPMനകത്ത് വലിയ ഭാവി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ട്. കാരണം ഇഴകീറി അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം അടക്കം അതാണ് സാഹചര്യം. എന്തായാലും ശരണ്യ, ഈ വളരെ പ്രധാനപ്പെട്ട നീക്കം ആലപ്പുഴയിലെ അല്ലെങ്കിൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് BJP നടത്തുന്നു. അതിന്റെ ഒരു തുടക്കം ബിബിൻ സി ബാബുവിലൂടെ സംഭവിക്കുന്നു എന്നാണ് ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ. ബിബിൻ സി ബാബുവും CPM നേതൃത്വവുമായുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെയുണ്ട്. അമ്മയുമായുള്ള ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും സംഘടനാ നടപടിയുടെ വക്കിലിരിക്കെ പാർട്ടി വിട്ടു ബിബിൻ സി ബാബു എന്നതായിരിക്കാം ഒരു പക്ഷേ CPM ഇക്കാര്യത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്. CPMൽ